അങ്ങനെ ഇന്ത്യയിൽ സാംസ്കാരിക മേൽക്കോയ്മ പുലർത്താൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നവഫാസമാണ്. ഇപ്പം ഇന്ത്യ കോൺഗ്രസ് എത്ര കാലം ഭരിച്ചു? പക്ഷേ നെഹ്റുവിയൻ ആശയങ്ങൾക്കോ ഗാന്ധിയൻ ആശയങ്ങൾക്കോ നമ്മുടെ സാംസ്കാരിക രംഗത്ത് മേൽക്കോയ്മ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ഭരണത്തിലില്ലാതിരിക്കെ തന്നെ മേൽക്കോയ്മ പുലർത്താൻ ഇപ്പം തന്നെ ആലോചിച്ച് നോക്കുക. ബഷീറെ, നമ്മൾ ഈ നിലവിളക്കുമായിട്ട് എത്ര കാലമായി മൽപ്പിടുത്തം നടത്തുന്നത്? സത്യത്തിൽ എന്താണത്? അവിടെയൊക്കെയാണ് ഈ മേൽക്കോയ്മ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എം കെ മുനീർ വിളക്ക് കത്തിക്കുമ്പോൾ ഇരട്ടി കയ്യടി ഉണ്ടാവാൻ കാരണം എന്താണ്? കുട്ടിക്കൃഷ്ണൻ നായർ കത്തിക്കുമ്പോൾ ഇല്ലാത്തൊരു കയ്യടി മുനീർ കത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആ കൂടുതൽ വന്ന കയ്യടി മേൽക്കോയ്മയുടെ ചെലവിൽ വിശകലനം ചെയ്യാൻ ഉള്ള കഴിവ് നമുക്ക് വികസിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വെറും സാംസ്കാരിക തുമ്മികളായിട്ട് മാറും. അപ്പോൾ ഇത് ഇടത് ചിന്തകനായിട്ടുള്ള KEN അദ്ദേഹം പങ്കുവച്ച വളരെ പ്രസക്തമായ ചില ചിന്തകളാണ്. പലപ്പോഴും ഇടതുപക്ഷം വളരെ കൃത്യമായൊരു വിശകലനങ്ങളിലൂടെയൊക്കെ പല വിഷയങ്ങളിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് ചെന്നുകൊണ്ട് നിലപാടുകൾ എടുക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ എടുത്തു വന്നിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചരിത്രമടക്കം ഇനി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഒരു മേൽക്കോയ്മ എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും സാംസ്കാരിക മേൽക്കോയ്മ എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം നിലവിളക്കിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിലവിളക്ക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നിർബന്ധമായും അത് കത്തിച്ചിരിക്കണം എന്ന് പറയുന്നൊരവസ്ഥ. അദ്ദേഹം പറയുന്നൊരു കാര്യം, എം കെ മുനീർ പിന്നെ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഇരട്ടി കയ്യടി വരുന്നത് എന്തുകൊണ്ടാണ്? അതവിടെ ഒരു മേൽക്കോയ്മ സ്ഥാപിക്കപ്പെട്ടതിൻ്റെ ഒരു സന്തോഷമാണത്. അത് ആ നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു മറു ചോദ്യം അവതാരകൻ ചോദിക്കുന്നുണ്ട്. അതിനടക്കം അദ്ദേഹം പ്രതികരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഈ വിളക്കിൻ്റെ കാര്യം മേൽക്കോയ്മയാണോ, ആയിരത്താണ്ടുകൾ ഒന്നിച്ച് ജീവിച്ചൊരു സൊസൈറ്റിയിൽ നിന്ന് ചിലത് ഇങ്ങോട്ടും ചിലത് അങ്ങോട്ടും എടുക്കുകയാണോ? വിളക്ക് സത്യത്തിൽ വിളക്ക് മാത്രമല്ല, ഭൂമി പൂജ, എഴുത്തിനിരുത്തൽ, നിലവിളക്ക് കത്തിക്കൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട്. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. വിളക്കിപ്പോൾ ഒരു കാലിക പ്രശ്നമായതുകൊണ്ട് അതേക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറയാം. സംക്ഷിപ്തമായിട്ട് പറയുന്നതിന് മുമ്പേ തന്നെ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്താണ്? ഇടതുപക്ഷത്തുള്ള പലരും ഇടറുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്താണ് എന്ന് കൃത്യം വ്യക്തമാക്കാം. അത് 1993 ഒക്ടോബർ 10 ദേശാഭിമാനിയിലെ സ്വകാര്യ പങ്ക്തിയിൽ സഖാവ് EMS എഴുതിയ ഒരു കുറിപ്പാണ്. ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് വളരെ ചുരുക്കി ഞാൻ പറയാം. വിളക്ക് കത്തിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ നരസിംഹറാവുവാണ് പ്രധാനമന്ത്രി. നരസിംഹറാവു ഈ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയൊക്കെ മതമുക്തമാക്കാനുള്ളൊരു ബില്ല് ആ കാലത്ത് ചർച്ചയിൽ വന്നിരുന്നു. ആ ബില്ല് നിയമമായാൽ വിളക്ക് കത്തിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ വിളക്ക് കത്തിക്കാതിരുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ മാർഗം എല്ലാവരും പിന്തുടരേണ്ടി വരും എന്ന് EMS, ഞാൻ വളരെ കൃത്യം ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി കൊല്ലം, തീയതി, എവിടെ എഴുതി എന്നൊക്കെ കൃത്യം പറയുകയാണ്. പിന്നെ ബഷീറിനോട് സ്വകാര്യമായിട്ടൊരു കാര്യം പറയാം. സത്യത്തിൽ ഇത് എനിക്ക് കൃത്യം ഓർമ്മയുള്ള കാര്യമാണ്. പക്ഷേ ഈ കടലാസ് വേണമല്ലോ. ചില ആളുകൾ നമ്മൾ പറഞ്ഞാലും ഈ തീയതി പറഞ്ഞാലും ഒന്നും വിശ്വസിക്കില്ല. അങ്ങനെ ഞാൻ എൻ്റെ 2-3 ദിവസങ്ങൾ തെരഞ്ഞ് ജലദോഷം ബാധിച്ച് ഈ കടലാസ് കയ്യിൽ കിട്ടി. അതുകൊണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതങ്ങനെ നിവർത്തി വായിക്കാം. EMSൻ്റെ പ്രയോഗതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മാർഗം ജനാധിപത്യവാദികൾ പിന്തുടരണം. കാരണം ലീഗിൽ കത്തിക്കാത്ത കുഞ്ഞാലിക്കുട്ടിയും കത്തിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നല്ലോ. ഞാൻ മുന്നോട്ട് വെക്കുന്നത് കത്തിക്കാം, കത്തിക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെയും സൗകര്യത്തിനും സ്വാതന്ത്ര്യത്തിനും അനുസരിച്ച് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് വളരെ കൃത്യമാണ് അല്ലേ? അവിടെ ചോദിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് കാലങ്ങളായി നമ്മൾ ഒരുമിച്ച് ജീവിക്കണം, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളായി കണ്ടാൽ പോരെ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ കൃത്യമാണ്. ഓക്കെ, അങ്ങനെ പിന്നെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിന് കൊടുക്കുന്ന പ്രാധാന്യവും ഒക്കെ അനുസരിച്ച് അങ്ങനെ കത്തിക്കാം എന്ന് തീരുമാനിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മതപരമായോ അല്ലെങ്കിൽ വിശ്വാസരാഹിത്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരാൾ കൊളുത്തുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിനവർക്ക് സ്വാതന്ത്ര്യം വേണം.
ആ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ചോയ്സ് എന്നുള്ള കാര്യം വരുന്നത്. ചോയ്സ് എന്ന് പറഞ്ഞാൽ കത്തിക്കാൻ മാത്രമുള്ള ചോയ്സ് അല്ലല്ലോ. അവിടെയാണ് നമ്മൾ മുമ്പേ സംസാരിച്ചിരുന്നു, നിരീശ്വരവാദിയായ രവീന്ദ്രൻ നിലവിളക്ക് കൊളുത്താൻ തയ്യാറായില്ല. അതിൻ്റെ കാരണം അയാൾക്ക് അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നിലവിളക്ക് എന്ന് പറയുന്നത് അഗ്നിപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ ത്രിമൂർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹൈന്ദവ സങ്കല്പത്തിലെ ത്രിമൂർത്തി സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവസങ്കല്പവുമായി നേരിട്ട് ബന്ധമുള്ളൊരു കാര്യമാണ് നിലവിളക്ക്. അപ്പോൾ അതിനോട് വിശ്വാസം ഇല്ലാത്ത രവിചന്ദ്രൻ നിലവിളക്ക് കൊളുത്തുന്നില്ല, ജി സുധാകരൻ നിലവിളക്ക് കൊളുത്തുന്നില്ല. അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബഹുദൈവ ആരാധനയോ അല്ലെങ്കിൽ അഗ്നി ആരാധനയുമായോ ആശയപരമായി യോജിക്കാത്ത ഒരു മുസ്ലിം ഏകദൈവ വിശ്വാസം, ആ ആശയവുമായി ആ നിലക്ക് ബന്ധപ്പെട്ട് കിടക്കുന്ന, അത് വളരെ പ്രധാനമായി കാണുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏകനായ ദൈവം, അഗ്നിയെ സൃഷ്ടിച്ച, ഈ വിളക്കിനെ സൃഷ്ടിച്ച, എല്ലാവരെയും സൃഷ്ടിച്ച ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവന് മാത്രമേ ആരാധനയുടെ ഏത് അംശവും അർപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന ഒരു മുസ്ലിം വിളക്ക് കൊളുത്തില്ല എന്ന് തീരുമാനിച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം വേണം. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ മേൽക്കോയ്മ എന്ന് പറയുന്നത് ഇവിടെയാണ്. അങ്ങനെ കൊളുത്തില്ല എന്ന് തീരുമാനിക്കാനുള്ള ചോയ്സ് ഇല്ല, കൊളുത്തുക എന്നുള്ള ഒറ്റ ചോയ്സേ ഉള്ളൂ. അത് ചോയ്സല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദൈവ വിശ്വാസത്തിനെ ഈ നിലക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, നിങ്ങൾ കൊളുത്തിക്കോളൂ. ഇനി ഏകദൈവ വിശ്വാസത്തിനോ അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മക്കോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊളുത്താതിരിക്കാനുള്ള ചോയ്സും വേണം. അവിടെ മാത്രമാണ് അത് ചോയ്സ് വരുന്നത്, അല്ലെങ്കിൽ അത് മേൽക്കോയ്മയാണ്. അതായത് നിങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ്. നിർബന്ധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയിട്ട് നിലവിളക്ക് കൊളുത്തിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഒരു സാമൂഹികമായ ഒരു പ്രഷർ, സോഷ്യൽ പ്രഷർ അല്ലെ. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഏതെങ്കിലും ഒരാൾക്ക് നിലവിളക്ക് കൊളുത്തണ്ട എന്ന് അത്രമേൽ വലിയ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും ആ സോഷ്യൽ പ്രഷറിൽ അയാൾക്കത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അല്ലേ. എങ്ങനെയെങ്കിലും അത് അതിൻ്റെ കൂടെ ചേർന്ന് കൊടുത്തു എന്ന് വരുത്തി തീർക്കാനോ അങ്ങനെയൊക്കെ ശ്രമിക്കേണ്ടി വരികയാണ്. അപ്പോൾ അത് അവിടെ യഥാർത്ഥത്തിലുള്ള ഒരു മേൽക്കോയ്മയുടെ ഒരു അടിച്ചേൽപ്പിക്കലാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് കാണാൻ ഇടതുപക്ഷത്തിന് മുമ്പ് സാധിച്ചിരുന്നു. അതാണ് അദ്ദേഹം പറഞ്ഞത്. EMS പറയാണ്, കുഞ്ഞാലിക്കുട്ടിയുടെ പാതയാണ് ഇനി നമുക്ക് ജനായത്തവാദികൾക്ക് പിന്തുടരേണ്ടി വരിക എന്ന് വളരെ കൃത്യമായി പച്ചമലയാളത്തിൽ എഴുതുകയാണ്. അതായിരുന്നു യഥാർത്ഥ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ കാണുന്നത് നിലവിളക്ക് സമരമായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരാണല്ലോ. അപ്പോൾ അവരൊക്കെ കുറച്ചുകൂടി ഇടതുപക്ഷത്തിൻ്റെ ചരിത്രമെങ്കിലും വായിക്കണം, പഠിക്കണം എന്നുള്ളത് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതേപോലെ അദ്ദേഹം അതിൻ്റെ കൂടെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഭൂമി പൂജ, എഴുത്തിനിരുത്തൽ, ഇതിനൊക്കെ കൃത്യമായ സാംസ്കാരിക വേരുകളുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി എഴുത്തിനിരുത്തുന്ന ചടങ്ങിൽ പങ്കെടുത്തത് അല്ലേ. അപ്പോൾ അന്ന് തന്നെ നമ്മളൊക്കെ പങ്കുവച്ചിരുന്നു ആ ഒരു കാര്യം. അതായത് മുഖ്യമന്ത്രി എഴുത്തിനിരുത്തൽ അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചോയ്സാണ്, യാതൊരു സംശയമില്ല. പക്ഷേ എഴുത്തിനിരുത്തലിന് എന്തുണ്ട്? കൃത്യമായ വിശ്വാസാടിസ്ഥാനമുണ്ട്. സരസ്വതി ദേവിയെ പൂജിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ എഴുത്തിനിരുത്തൽ, അല്ലെങ്കിൽ സരസ്വതി ദേവിയെ, വിദ്യയുടെ ദേവതയെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുന്നവർക്ക് ചെയ്യാം, ഇങ്ങനെയാണുള്ളത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇനി സർക്കാർ ചടങ്ങുകളായി അത് വരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങോട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. പിന്നെ ആരെങ്കിലും എഴുത്തിനിരുത്തില്ല എന്ന് പറഞ്ഞാൽ അതെന്താ നിങ്ങൾക്ക് അതും എഴുത്തിന് ഒരു അക്ഷരം എഴുതിയാൽ നിങ്ങളുടെ വിശ്വാസം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? നിങ്ങൾ മാത്രമാണ് എന്താണ് ഇങ്ങനെ അല്ലേ? ഇപ്പം നിലവിളക്കിൻ്റെ വിഷയത്തിൽ വരുന്ന ചോദ്യമാണല്ലോ, നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ, നിങ്ങൾക്ക് മാത്രം എന്താ അതിനോട് യോജിച്ചാൽ, നിങ്ങൾ മാത്രം എന്തിനാ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യം വരിക. പക്ഷേ ഈ മുഖ്യധാര എന്ന് പറഞ്ഞ സംഭവം അതെന്താണ്? പലപ്പോഴും അത് ഈ പറഞ്ഞ ഈ സാംസ്കാരിക അടിച്ചേൽപ്പിക്കലാണ്. ഒരു ഭൂരിപക്ഷ സംസ്കാരം അതാണ് മുഖ്യധാരയായി വരുന്നത്. മറ്റുള്ളതെല്ലാം അതറാണ് അല്ലേ, പുറത്താണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള അടിച്ചേൽപ്പിക്കലുകളെ മനസ്സിലാക്കാൻ പറ്റണം ആദ്യം അല്ലേ. ചോയ്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചോയ്സ് ആണെങ്കിൽ യെസ് ഓർ നോ ചോയ്സ് വേണം, അല്ലാതെ ഒന്ന് ചെയ്യാൻ മാത്രമുള്ള ചോയ്സ് ആയിട്ട് ഉണ്ടാവില്ലല്ലോ അല്ലേ. അതാണ് അദ്ദേഹം അത് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. ബാക്കി അദ്ദേഹം സംസാരിക്കും. ഇവിടെ വിമർശനം എന്താന്ന് പറഞ്ഞാൽ, നിലവിളക്ക് കത്തിച്ചിട്ടില്ലെങ്കിൽ മതേതരത്വം മോഹാലസ്യപ്പെടും എന്ന കാഴ്ചപ്പാടാണ്. നിലവിളക്ക് കത്തിക്കാം, സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാം, നാട മുറിക്കാം. ഇനിയൊരു തമാശ പറയാം, തമാശല്ല, ഗൗരവമായുള്ള കാര്യമാണ്. SFIയുടെ ഒരു ക്യാമ്പിൽ ഈ ഉദ്ഘാടനം, സർവകലാശാല യൂണിയൻ്റെ ഉദ്ഘാടനത്തിന് സ്ഥിരമായിട്ട് നിലവിളക്ക് കത്തിക്കേണ്ട കാര്യമില്ല. മറ്റെത്ര ചടങ്ങുകളുണ്ട്, എന്തുകൊണ്ട് തുടി കൂട്ടിക്കൂടാ? എന്തുകൊണ്ട് ഇവിടുത്തെ ആദിമ ജനതയുടെ ഒരു ആവിഷ്കാരമായിക്കൂടാ? പിന്നെ ഞാൻ ഇതും കൂടി പറഞ്ഞു, മൗലൂദ് ഓതിയിട്ട് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇവിടെ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി അവരെന്നെ വിളിച്ചു. ഇതിൽ നമ്മളത് ആലോചിക്കണം, ഇതൊക്കെ ഒരു ഉട്ടോപ്പിയായിട്ടോ അല്ലെങ്കിൽ തമാശയായിട്ടാണ് വരുന്നത്. അതായത്
മൗലൂദ് ഓതിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഫാത്തിഹ ചൊല്ലിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ഒരു സർക്കാർ ചടങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊതു ചടങ്ങോ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ആലോചിക്കുമോ? അല്ലെങ്കിൽ ആദിവാസികളുടെ ഏതെങ്കിലും സാംസ്കാരികമായ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നിട്ട് അങ്ങനെ അതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ? മതേതരവാദികളാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ അതല്ല എന്തുകൊണ്ട് ഒരു ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഒരു സർക്കാർ ചടങ്ങ് അല്ലെങ്കിൽ ആദിവാസികളുടെ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു കുർബാന ചൊല്ലിക്കൊണ്ടുള്ള അതെന്തുകൊണ്ടാണ്? അത് പൊതുവല്ല അല്ലേ? അത് പൊതുവല്ല. പിന്നെ എന്താ പൊതു? ഈ പറഞ്ഞ ഭൂരിപക്ഷ സംസ്കാരത്തിൻ്റെതായ വേരുകളുള്ള കാര്യങ്ങൾ മാത്രമാണ് പൊതുവാകുന്നത്. ഇതിനെയാണ് സാംസ്കാരിക അടിച്ചേൽപ്പിക്കൽ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ, ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ തരത്തിലുള്ള പിന്നെ പ്രാർത്ഥനകളോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടാക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ദൈവമേ എന്ന് വിളിച്ചാൽ ചിലപ്പോൾ എല്ലാ മതങ്ങൾക്കും ദൈവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ഓക്കെ ആയിരിക്കാം. പക്ഷെ അവിടെയും നിരീശ്വരവാദികളായ ആളുകളുണ്ടെങ്കിൽ അവരെ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് വേണോ വേണ്ടെന്നുള്ള ചർച്ച അവിടെ വരും. അങ്ങനെയുള്ള എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ടുള്ളതായിരിക്കണം. അല്ലാതെ ഒരു മതത്തിൻ്റെയോ ഒരു സംസ്കാരത്തിൻ്റെയോ കാര്യങ്ങൾ അതാണ് പൊതു, അതാണ് ഇവിടെയുള്ള ഒരു നോർമൽ എന്ന് ആദ്യം സ്ഥാപിക്കുക. അത്തരത്തിലുള്ള ഒരു മേൽക്കോയ്മ സ്ഥാപിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളവരെല്ലാം അതിനോട് ചേർന്ന് നിൽക്കണം. അതാണ് പൊതു, നിങ്ങളുടേതൊക്കെ എന്താണ് ആ പൊതുവിൻ്റെ പുറത്താണ് എന്ന് പറയുന്നതിലെ പിന്നെ പ്രശ്നം അത് മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുമ്പത് ഇടതുപക്ഷത്തിനടക്കം സാധിച്ചിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിനാകട്ടെ വലതുപക്ഷത്തിനാകട്ടെ അത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിനെ പ്രശ്നവൽക്കരിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ദയനീയത എന്ന് പറയുന്നത്. അവരെന്നെ വിളിച്ചു, ബദൽ എന്താണ്? ഞാൻ പറഞ്ഞു, ബദൽ നിങ്ങൾ കണ്ടെത്തണം. അങ്ങനെ പിറ്റേന്ന് ഇവിടെ കോഴിക്കോട്ടെ ലോ കോളേജിൽ വെച്ചായിരുന്നു അത് സംഭവിച്ചത്. KN പണിക്കർ മാഷായിരുന്നു ഉദ്ഘാടനം, ഞാനായിരുന്നു മുഖ്യപ്രഭാഷകൻ. വിളക്കില്ല വേദിയിൽ, നാടല്ല, വേറൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ സാധാരണ ഇതിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുമല്ലോ, അതും മതിയല്ലോ, അതായിരിക്കും. അപ്പം നോക്കുമ്പോൾ അവരുടെ കയ്യിലൊരു പ്രാവ്. അപ്പോൾ അവർ അത് പണിക്കർ മാഷാക്കി കൊടുത്തു. മാഷ ജീവിതത്തിൽ ആദ്യമായിരിക്കും, എൻ്റെയും ജീവിതത്തിൽ ആദ്യമാണ്. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലോ. പ്രാവ് ഇങ്ങനെ നിന്നു. അപ്പം ഞാൻ പിന്നെ നമ്മളെ പ്രാവിനെക്കുറിച്ചൊക്കെയുള്ള ആധികാരിക വിവരമുള്ള ഷുഹൈബുണ്ട്. ഷുഹൈബിൻ്റെ അടുത്ത ഫ്രണ്ട് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണുമ്പോൾ ഇടയ്ക്ക് പ്രാവിനെ പറ്റി പറയും. അപ്പോൾ അതിങ്ങനെ കയ്യിൽ വെച്ചപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, ഒന്നിങ്ങനെ പൊക്കി കൊടുത്താൽ മതി. അതങ്ങ് പൊക്കി കൊടുത്തപ്പോൾ അത് പറന്നിട്ട് ആ ലോ കോളേജിലെ ഒരു റോഡുണ്ട്, അതിൻ്റെ മുകളിൽ പോയി അവിടെ ഇരുന്നു. ഇനി ഞാൻ ബഷീറിനോടൊരു കാര്യം പറയാം. ഈ പ്രാവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഞാനൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അഭിവാദ്യം ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? ഈ പ്രാവ് നന്ദി പ്രകടനം കഴിയുന്നത് വരെ ആ തിണ്ടയുടെ മുകളിൽ ഈ പ്രസംഗം ഏറ്റവും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ആ പ്രാവായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അനങ്ങാതിരുന്നു. നേരെ മറിച്ച് അത് ചിറകിട്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കൊക്കെ ചെയ്തിരുന്നെങ്കിൽ ആളുകൾ പറയും, ആ നാടേറ്റവും മുറിച്ചാൽ പോരായിരുന്നു, എന്തിനീ പൊല്ലാപ്പ്. പ്രാവ് അതിന് അവസരം കൊടുത്തില്ല. പക്ഷേ അന്നത്തെ ആ പ്രാവ് എവിടെ പോയി എന്ന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അത് SFIയോടുകൂടിയുള്ളൊരു ചോദ്യമാണ്, ആ പ്രാവ് ഇവിടെ പോയി എന്നുള്ളത്. കാരണം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെ അംഗീകരിച്ച, അതിനെ ഉൾക്കൊണ്ട ഒരു പാരമ്പര്യമുള്ളൊരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ SFI. പക്ഷേ ഇപ്പം എന്താ SFIക്കാർ ചെയ്യുന്നത്? നിലവിളക്കുമായിട്ട്, ഇപ്പം എന്നല്ല കുറച്ച് മുമ്പ് അബ്ദുറബിൻ്റെ വിഷയമൊക്കെ വന്നപ്പോൾ നിലവിളക്കുമായിട്ട് സമരത്തിന് പോവുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ അവിടെ അതിൻ്റെ സാംസ്കാരിക അടിച്ചേൽപ്പിക്കലുകൾ എന്ന് പറയുന്ന ആ ഒരു തലം അത് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ, അങ്ങനൊരു പ്രശ്നം അതിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരായിരുന്നു മുമ്പുള്ള ഇടതുപക്ഷം. ഇപ്പോൾ അതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് സ്വയം വിമർശനം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാര്യം അടിച്ചേൽപ്പിച്ച് അത് പൊതുവാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നതല്ല യഥാർത്ഥത്തിലുള്ള ജനാധിപത്യവും അല്ലെങ്കിൽ മതനിരപേക്ഷത എന്ന് പറയുന്നത്. മറിച്ച് എല്ലാവർക്കും അവനവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറ്റുക, അതിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ലല്ലേ യഥാർത്ഥ ജനാധിപത്യം. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് ഈ മതനിരപേക്ഷതയല്ലാത്ത ഇപ്പോൾ ഫാസിസത്തെയൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ഫാസിസത്തെ നമ്മൾ എതിർക്കുന്നത് എന്താ വെച്ചാൽ അത് എന്ത് ചെയ്യുന്നു, അവരുടേതായ ആശയങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുന്നു. ഇതാണ് ഫാസിസത്തിൻ്റെ പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ പറയാറുള്ളത് അല്ലേ? യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നത് അടിച്ചേൽപ്പിക്കൽ തന്നെയല്ലേ? ആ അടിച്ചേൽപ്പിക്കലുകളെ പ്രശ്നവൽക്കരിക്കാൻ പറ്റുന്നില്ലേ? പിന്നെ എന്ത് മതേതരവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മതനിരപേക്ഷതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഫാസിസ വിരുദ്ധതയാണ് നമ്മൾ സംസാരിക്കുന്നത്? അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏകദൈവ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അവൻ്റെ ജീവശ്വാസം പോലെ തന്നെ അവൻ പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ് ഏകദൈവ വിശ്വാസം, തൗഹീദ് എന്ന് പറയുന്നത്. സൃഷ്ടിച്ച സട്ടാവിനല്ലാതെ, ഉടയതമ്പുരാനല്ലാതെ,
അവൻ്റെ മുമ്പിലല്ലാതെ ആരാധനയുടെ ഒരംശം പോലും ഞാൻ അർപ്പിക്കുകയില്ല എന്ന് പറയുന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറയുന്നത്. അതിലവന് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ മതേതരവാദി ആവണമെന്നുണ്ടെങ്കിൽ അതിൽ കോംപ്രമൈസ് ചെയ്തിട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്ത് മതേതരത്താണ്, എന്ത് മതനിരപേക്ഷതയാണ് അല്ലേ? ഇത് ഏത് കാര്യത്തിലാകട്ടെ, ഇപ്പോൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കാണുന്ന ഒരു ക്രൈസ്തവൻ, അവൻ ജയ് ശ്രീരാം വിളിക്കണം, അല്ലെങ്കിൽ ശ്രീരാമനെയും രക്ഷകനായി കണ്ടാലേ അവനെ മതേതരവാദിയായിട്ട് കണക്കാക്കുമെന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്കൊരു പ്രശ്നം തോന്നുന്നുണ്ട് അല്ലേ? ഇതേപോലെ എല്ലാവർക്കും അവരവൻ്റേതായ കാഴ്ചപ്പാടുകളുണ്ടാവും. അതിൽ നമുക്കെല്ലാം യോജിച്ചോളന്നില്ല അല്ലേ? ഒരു 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 ഇടതുപക്ഷക്കാരൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തിനാണ് ഇപ്പോൾ ഈ ഏകദൈവ വിശ്വാസത്തിനൊക്കെ ഇത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് ചിന്തിക്കാം. ഓക്കെ, കാരണം എന്താ, അവന് അതിന് അത്രേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഒരു മുസ്ലിമിന് അവന് ഏകദൈവ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ഇതുപോലെ ഓരോരുത്തർക്കും അവനവൻ്റേതായ വിശ്വാസത്തിലടക്കം ചില പ്രയോറിറ്റികൾ ഉണ്ടാവും. ഇനി മുസ്ലിങ്ങളിൽ തന്നെ ഇതിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നവരും കുറവ് കൊടുക്കുന്നവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നേരത്തെ കെയ്ൻ പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗിൽ തന്നെ നിലവിളക്ക് കൊളുത്തുന്നവരും അല്ലാത്തവരും ഉണ്ട്. അവിടെ ആ മുസ്ലിം ലീഗിലെ ഇന്നയാൾ കൊളുത്തിയില്ലേ, അല്ലെങ്കിൽ മമ്മൂട്ടി കൊളുത്തിയില്ലേ, ഫാത്തിമ തഹ്ലിയെ കൊളുത്തിയില്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കൊളുത്തിയാൽ എന്നല്ല. ഓരോരുത്തർക്കും അവരവൻ്റേതായ വിശ്വാസങ്ങളുടെ പ്രയോറിറ്റി ഉണ്ടാവും. അത് കളക്റ്റീവായിട്ടല്ല വരിക അല്ലേ? അതിന് പ്രാധാന്യം കൊടുക്കുന്നവരും കൊടുക്കാത്തവരും ഉണ്ടാവും. ചില ആൾക്കാർ സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായി അതിന് കീഴ്പ്പെടുന്നവരുണ്ടാകും, കീഴ്പ്പെടാൻ തയ്യാറല്ല എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുന്നവരുണ്ടാകും, ആദർശ ധീരതയുള്ളവരുണ്ടാകും. ഇതൊക്കെ ഏത് സൊസൈറ്റിയിലും സ്വാഭാവികമാണ്. അത് മുസ്ലിങ്ങളിലും ഉണ്ടാവും. അതിനെ ആ നിലക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രത്യേകമായി പറയാനുള്ളത്. KN പോലുള്ള ആളുകൾ അത് പറയുമ്പോഴെങ്കിലും ഇടതുപക്ഷത്തിലുള്ള ആളുകൾ അത് കുറച്ചുകൂടി ഗൗരവത്തോടെ എടുക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് സംസാരിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം.